അപ്പൊ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. പുതിയ വീഡിയോയ്ക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ പാറക്കുട്ടി മിണ്ടല്ലേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നോടല്ല, പാറക്കുട്ടിയുടെ അച്ഛനോട്. ഇന്ന് അമ്മൂന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അമ്മൂന്റെ 35ാം ജന്മദിന ആണ്. അപ്പം അമ്മൂനെ പറ്റി പറയണ്ടല്ലോ. ജയ് ഹിന്ദിലെ ന്യൂസ് ലീഡറായിരുന്നു, റിപ്പോർട്ടറാണ്. നമ്മുടെ ബാല്യകാല സുഹൃത്തായ ഷിജുവിന്റെ പ്രിയ പത്നിയാണ്. അതിലുപരി അമ്മുവിനെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് അറിയുന്നതാണ്. അപ്പോൾ അത്രയും ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ഒരു ബ്രദർ സിസ്റ്റർ പോലെ ഉള്ള ഒരു ഇതാണ്. ഞാനിപ്പോഴും അവരുടെ എന്താ പറയുക, എന്ത് പരിപാടിക്കും കൂടെ ഉണ്ടാവും. ഞാൻ ചെന്ന് ഞങ്ങൾ ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് വേണ്ടി നിൽക്കുകയാണ്. അമ്പാടി സ്കൗട്ടിന്റെ പരിപാടിക്ക് പോയിരിക്കുകയാണ്. പാവം, കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി ഞങ്ങൾ നേരെ MG റോഡിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ചൈനീസ് ഫുഡാണ് കേട്ടോ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ബർത്ത്ഡേ പ്രമാണിച്ച് അവിടേക്ക് പോവാണ്. കുട്ടി വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ നമ്മൾ MG റോഡിൽ നമ്മളെ മഹാരാജാസിൻ്റെ അടുത്താണ് കേട്ടോ ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പം ഒരു പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് പോയി കഴിച്ചിട്ടുണ്ട്, അമ്മയും കഴിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമുക്ക് എപ്പോഴൊന്നും പറ്റില്ല ഈ ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വെറൈറ്റി ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ നേരെ ഹോട്ടലിലേക്ക്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു സീറ്റ് റിസർവ് ചെയ്തു. കാരണം നമ്മുടെ നൻപനൊരു ഷെഫായതുകൊണ്ട് ഫുഡിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു ടെൻഷനൊന്നുമില്ല. പുള്ളി അത് വളരെ നല്ല രീതിയിൽ ഓർഡർ ചെയ്തോളും, ഏതാ വേണ്ട വെച്ചാൽ. അങ്ങനെ ഫുഡ് വന്നു, വെറൈറ്റി ഫുഡുകൾ വന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ അത് ഫിനിഷ് ചെയ്തു. അப்புறம் നമ്മൾ വേഗം അപ്പോഴേക്കും ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ കഴിച്ച് ഇറങ്ങിയപ്പോൾ. അവിടെ സമയമെടുക്കും കേട്ടോ, ഓർഡർ ചെയ്ത് സമയമെടുത്ത് കഴിക്കേണ്ട സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ഓരോ സ്റ്റില്ലൊക്കെ എടുത്തു. അവിടുന്ന് ലിഫ്റ്റിൽ കയറി നേരെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മക്കുട്ടി എനിക്ക് എൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഓരോ ഡ്രസ്സൊക്കെ എടുത്ത് തരുന്നതാണ്. അപ്പോൾ അവർക്ക് ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ. ഞാൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ടോപ്പോ എന്തെങ്കിലും എടുത്തോളൂ എന്ന് പറഞ്ഞ് നേരെ പോയി. അതായത് ആദ്യം വൈറ്റ് ഇട്ടു, ബ്ലാക്ക് ഇട്ടു. ബ്ലാക്ക് ആട്ടോ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത്. ഞാൻ പറഞ്ഞു ബ്ലാക്ക് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടുന്ന് വീണ്ടും ഒരു സെൽഫിയൊക്കെ എടുത്ത് ജിമ്മന്റെ കൂടെ പിന്നെ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്.